ഇവിടെ വന്നതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്കൂളിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞങ്ങളോട് സ്കൂൾ അധികാരികൾ, പ്രത്യേകിച്ച് അച്ഛൻ, ഞങ്ങളുടെ കുട്ടികള് മുഴുവൻ ലേണേഴ്സ് പരീക്ഷ എഴുതി പാസ്സാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഞങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ അഭിനന്ദനം ഈ സ്കൂളിനും അച്ഛനും അറിയിക്കുന്നു. നടക്കുമ്പോഴുള്ള സംവിധാനങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന പുതിയൊരു യന്ത്രമാണ് സെന്റ് പബ്ലിക് സ്കൂളിൽ ആരംഭിച്ചിരിക്കുക. അത് ഔപചാരികമായിട്ട് നമ്മുടെ ബിജു സാറ് ഉദ്ഘാടനം ചെയ്തു. ഇനി ഈ വിദ്യാലയത്തിന്റെ കരിക്കുലത്തിന്റെ ഭാഗമാണ് റോഡ് സുരക്ഷാ പ്രതിജ്ഞ. എല്ലാവരും കൈനീട്ട്. എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും റോഡ് ഉപയോഗിക്കുന്ന മറ്റെല്ലാവരുടെയും ജീവനും സുരക്ഷയും മറ്റെന്തിനേക്കാളും എനിക്ക് വിലപ്പെട്ടതാണ്. എന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും വാഹനം ഉപയോഗിക്കുമ്പോൾ ശരിയായ വിധത്തിൽ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണ്. ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞയിൽ ആരുണ്ടായിരുന്നു പറയും? ഞാൻ പറയും പോലീസുകാർ വന്നിട്ടുണ്ടെന്ന്. പോലീസല്ല, മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് വന്നിട്ടുള്ളതെന്ന് പറയുമോ? നമ്മൾ എന്താ പറഞ്ഞത്? മോട്ടോർ സൈക്കിൾ ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. പിന്നെ വണ്ടി ഇടുമ്പോഴോ, കാർ ഓടിക്കുമ്പോഴോ, അച്ഛനും അമ്മയും കാർ ഓടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നെ മോട്ടോർ സൈക്കിളിൽ ഇപ്പൊ നമ്മൾ അച്ഛനും അമ്മയും നമ്മൾ മോനും കൂടി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ധരിക്കണം. ആർക്കൊക്കെ ധരിക്കണം? ഞങ്ങൾ പിള്ളേർക്കും എല്ലാവർക്കും ആ വാഹനത്തെ ഓടിക്കണം. ധരിക്കണം അല്ലേ? പിന്നെ മോട്ടോർ സൈക്കിളിൽ എത്ര പേർക്ക് പോവാം? ഒരു 3 പേർക്കെങ്കിലും പോവാൻ പറ്റും. ഇല്ല, 2 പറ്റുള്ളൂ കേട്ടാ, അച്ഛനും അമ്മയ്ക്കും. പിന്നെ മക്കള് ചെറുതായതുകൊണ്ടാണ് അനുവദിക്കണത്. ഓക്കെ, മക്കളെ വേറെ ഒന്നുമല്ല, ഞങ്ങളിവിടെ വന്നതിന്റെ